വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം അവതാരവരിഷ്ടന്തം സർവാനുഗ്രഹദായിനം ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ശ്രീനാരായണ ഗുരുരാദ്യാം ശിവലിംഗാര്യമധ്യമാം ശ്രീ ബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം. ശാന്തം നിശ്ചലദാസംസ്തം ഹരിപുരേശ്വരവാസിനം നാരായണാത്മജം ശിഷ്യം വന്ദേ തം ചരണാംബുജം. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീനാരായണ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇപ്പം അങ്ങോട്ട് വോളിയം വെക്കോ ഇതിന്. എൻ്റെ ആത്മ സഹോദരനായി ശിവഗിരിയിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള ശ്രീമദ് ജ്ഞാന തീർത്ഥ സ്വാമികൾ, ദിവ്യശ്രീ നിശ്ചലദാസ സ്വാമിയുടെ സഹോദരൻ അപ്പി വൈദ്യരുടെ മകൻ്റെ മകനായ ആദരണീയനായ ശ്രീ പരമേശ്വരൻ ജ്യേഷ്ഠൻ, കോവളം SNDP യൂണിയൻ്റെ ഭാരവാഹികൾ, സുരേഷ് കുമാർ അടക്കമുള്ള ഭാരവാഹികൾ, ശ്രീമതി ഗീത മധു, മറ്റ് ഭാരവാഹികൾ, വിവിധ ഗുരുദേവ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ, സജ്ജനങ്ങളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈകൾ. ശ്രീനാരായണ ഗുരുദേവനെയും അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ദിവ്യശ്രീ നിശ്ചലദാസ സ്വാമികളെയും സ്മരിച്ചുകൊണ്ട് ചേർന്നിരിക്കുന്ന ഈ യോഗത്തിൽ അത്യധികമായ ആനന്ദത്തോടു കൂടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. അത്യധികമായ ആനന്ദം എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയിലെ ഒരു മഹാപുരുഷനായിരുന്ന നിശ്ചലദാസ സ്വാമികളുടെ ഈ 116ാമത് സമാധി ദിനത്തിൽ കഴിഞ്ഞ 116 വർഷത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആദ്യമായിട്ടാണ് സ്വാമിക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഒത്തുകൂടൽ നടത്തുന്നത്. അങ്ങനെയല്ലേ ചേട്ടാ? അല്ലേ? വൈകിപ്പോയി എങ്കിലും ഇപ്പോഴെങ്കിലും സാധിച്ചല്ലോ എന്നതിൽ വലിയ സന്തോഷമാണുള്ളത്. ഞാൻ എല്ലാ വർഷവും സ്വാമിയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും ഞാൻ സ്ഥിരമായി താമസിച്ചു പോരുന്ന ശിവഗിരി മഠത്തിൻ്റെ ഭാഗമായ ചാലക്കുടിയിലെ ഗായത്രി ആശ്രമത്തിൽ വെച്ച് സ്വാമിയുടെ സമാധി ദിനം ആചരിക്കാറുണ്ട്. ഇന്ന് മറ്റൊരു പുണ്യദിനം കൂടിയാണ്.
നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടാവുമോ എന്ന് സംശയമാണ്. ആർക്കെങ്കിലും അറിയാമോ എന്നുള്ള കാര്യവും സംശയമാണ്. നിശ്ചലദാസ്വാമിയോടൊപ്പം അരുവിപ്പുറത്ത്, നിശ്ചലദാസ്വാമിക്ക് മുൻപ് അരുവിപ്പുറത്ത്, വേണമെങ്കിൽ ഭഗവാന്റെ കൂടെ ആദ്യം എത്തിച്ചേർന്ന ശിഷ്യൻ, കൊച്ചപ്പിപ്പിള്ള എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന ദിവ്യശ്രീ ശിവലിംഗദാസസ്വാമികൾ, ഗുരുദേവൻ്റെ ആദ്യത്തെ ശിഷ്യൻ അദ്ദേഹമാണ്. അരുവിപ്പുറത്ത് മാരായിമട്ടം ദേശത്താണ് അദ്ദേഹം ജനിച്ചത്. ആ ദിവ്യശ്രീ ശിവലിംഗദാസസ്വാമികളുടെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ഇന്നത്തെ സമൂഹം ഇതൊന്നും ഓർക്കാറില്ല. ഇന്ന് നിശ്ചലദാസ്വാമിയുടെ സമാധി ദിനമാണ് നാം ആചരിക്കുന്നത്. എങ്കിലും ഇന്ന് പൂയൻ നക്ഷത്രമാണ്. സ്വാമി ജനിച്ചതും പൂയൻ നക്ഷത്രത്തിലാണ്. അപ്പം എല്ലാം കൊണ്ടും ഒരു പുണ്യദിനമായി മാറിയിരിക്കുന്ന ഇന്നേ ദിവസം നമ്മളെല്ലാവരും ഏറെ കടമപ്പെട്ടിരിക്കുന്നു കോട്ടയത്തുള്ള ഈ ചെറുപ്പക്കാരുമായിട്ട്. അവരുടെ ഉത്സാഹത്തിൽ ശ്രീ ശ്രീജേഷും ശ്രീ പ്രവീണും ശ്രീ അനീഷും അവരെപ്പോലെ കുറേ ചെറുപ്പക്കാർ ഒത്തുചേർന്ന് ഗുരുദേവ സന്ദേശ പ്രചരണം ഒരു ജീവിത വ്രതമാക്കിക്കൊണ്ട് രാജ്യമെമ്പാടും സഞ്ചരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഗ്രാമത്തിലെത്തി ഇവിടെ നിശ്ചലദാസ്വാമിയുടെ സമാധി പീഠത്തിലെത്തി. അത് മിക്കവാറും ഞാൻ എഴുതിയ ജീവചരിത്ര പുസ്തകം വായിച്ചാകും. ഞാൻ ഈ ജീവചരിത്ര പുസ്തകം 2010 സ്വാമിയുടെ സമാധി ശതാബ്ദിക്കാണ് പ്രസാദനം ചെയ്തത്, 15 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അത് സംബന്ധിച്ച് ഞാൻ ഈ പ്രദേശങ്ങളിൽ പല പ്രാവശ്യം വന്ന് പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നിശ്ചലദാസ്വാമി ഗുരുദേവ ശിഷ്യ പരമ്പരയിൽ ഉണ്ടായിരുന്നുവെന്ന് ആരും ഓർത്തിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല. ശിവഗിരി മഠത്തിൻ്റെ സന്യാസിമാരുടെ ലിസ്റ്റിൽ ഈ പേരില്ല. ഞാനിതിങ്ങനെ പഠിച്ച് മുന്നോട്ട് വന്നപ്പോൾ SNDP യോഗം 1953 കനക ജൂബിലിക്ക് ശ്രീ ആർ ശങ്കറുടെ നേതൃത്വത്തിലിറക്കിയ ഹൂ ഈസ് ഹൂ എന്നൊരു ചെറിയ ഗ്രന്ഥമുണ്ട്. ആ ഹൂ ഈസ് ഹൂയിൽ വലിയ തോട്ടത്തിൽ നിശ്ചലദാസൻ നാണു സന്യാസി എന്ന ടൈറ്റിലിൽ സ്വാമിയുടെ പടവും കൊടുത്ത് ചെറിയൊരു കുറിപ്പുണ്ട്. വായിച്ചപ്പോൾ ഗുരുദേവൻ്റെ ശിഷ്യനാണെന്നുമുണ്ട്. ഞാൻ ഗുരുദേവനെയും ഗുരുദേവൻ്റെ ശിഷ്യന്മാരെയും കുറിച്ച് പഠിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ്. ശിവഗിരിയിൽ എത്തിയിട്ടൊരു 10-50 വർഷമായി. ഇപ്പോഴും ഗുരുവിനെയും ഗുരുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പഠനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ മഹാനായൊരു ശിഷ്യനുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ ഈ വലിയ തോട്ടത്തിൽ പ്രദേശങ്ങളിൽ വന്ന് ഈ പരമേശ്വരൻ ചേട്ടനെയും അന്നുണ്ടായിരുന്ന ജീവിച്ചിരുന്ന പല വ്യക്തികളെയും സ്വാമിയുമായി ബന്ധപ്പെട്ടവരെയുമൊക്കെ കണ്ടെത്തി അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ വളരെ സാരവത്തായ ചരിത്രം, ദീപ്തമായ ദിവ്യമായ ചരിത്രം രചിച്ച ഒരു മഹാപുരുഷനാണ് നിശ്ചലദാസ്വാമി എന്ന് എനിക്ക് മനസ്സിലായി. സ്വാമിയുമായി ബന്ധപ്പെട്ട് ഇവർ ഓരോരുത്തരും മൺമറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇത് സ്മരിക്കാൻ ആരും ഉണ്ടാകില്ല, ആരും ഓർക്കില്ല. അപ്പോൾ ഈ ചരിത്രമൊന്നും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം, ആലേഖ്യം ചെയ്യപ്പെടണം. അതിനുവേണ്ടി
സ്വാമിയുടെ ജീവിത ചരിത്രം ഞാൻ എഴുതി. ഗുരുദേവൻ്റെ ഓരോ ശിഷ്യന്മാരുടെയും ജീവചരിത്രം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് പ്രസിദ്ധപ്പെടുത്തിയത് സത്യവ്രത സ്വാമിയുടെ ചരിത്രമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വിവേകാനന്ദൻ എന്ന പേരിൽ പ്രസിദ്ധി നേടിയ മഹാപുരുഷനാണ് സത്യവ്രത സ്വാമികൾ. സ്വാമിയുടെ ജന്മശതാബ്ദിക്ക് 1892 സ്വാമിയുടെ ജീവിത ചരിത്രം ഞാൻ പ്രസിദ്ധപ്പെടുത്തി. അതിനുശേഷം ശിവലിംഗസ്വാമിയുടെ ചരിത്രമാണ് പ്രസിദ്ധപ്പെടുത്തിയത്. പിന്നീട് ദക്ഷിണദാ സ്വാമിയുടെയും ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന ബോധാനന്ദ സ്വാമി, ചൈതന്യസ്വാമി, ഏറ്റവും അവസാനം ശ്രീ ധർമ്മതീർത്ഥ സ്വാമി, ഗുരുദേവൻ അവിടുത്തെ ശിവഗിരി മഠത്തിൻ്റെ ആദ്യ സെക്രട്ടറിയായി നിയോഗിച്ച പരമേശ്വര മേനോൻ, വക്കീലായിരുന്നു തൃശ്ശൂർ ബാറിലെ. ആ പരമേശ്വര മേനോന് ഗുരുദേവൻ സന്യാസം നൽകി ധർമ്മതീർത്ഥരായി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ 50ാമത് സമാധി ദിനമായിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ മാസം 18 ഒരാഴ്ചയായിട്ടില്ല. അപ്പം ഞാൻ അവിടെ സ്വാമിയുടെ സമാധി എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. കാരണം ശ്രീനാരായണ പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റവും മഹത്വപൂർണ്ണ സംഭാവന ചെയ്തൊരു മഹാപുരുഷനാണ് ധർമ്മതീർത്ഥ സ്വാമി. ഏറ്റവും അവസാനം അദ്ദേഹം പരമേശ്വര മേനോൻ ആയിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് ശ്രീനാരായണ സമൂഹത്തിന് ഈ മേനോനെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയപ്പോൾ സഹോദരൻ അയ്യപ്പന് പോലും എന്നെ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞ് ജോൺ ധർമ്മതീർത്ഥരായി. ജോൺ ധർമ്മതീർത്ഥരായിരുന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ ബുക്കാണ് ശ്രീനാരായണ ഗുരു ഭാവി ലോകത്തിൻ്റെ പ്രവാചകൻ. ക്രിസ്ത്യാനികൾ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മതമേ മാറിയുള്ളൂ, ഗുരുവിനെ ഞാൻ മാറിയിട്ടില്ല. അങ്ങനെ സമർപ്പിത ചേതസ്സായി ജീവിച്ച ധർമ്മതീർത്ഥ സ്വാമിയുടെ സമാധി ദിനം ഇക്കഴിഞ്ഞ ജൂലൈ 18 50ാമത് സമാധി. സ്വാമിയുടെ ജീവചരിത്രവും ബൃഹത്തായ ഒരു ഗ്രന്ഥമായി എഴുതി പ്രകാശനം ചെയ്യാനുള്ള ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായി. അത് കഴിഞ്ഞ് ഈ അരുമാനൂരിൽ വന്ന് 3 ദിവസം ഞാൻ താമസിച്ചു. അരുമാനൂരിനടുത്ത്, നമ്മളുടെ ബാലനാപുരത്തിനടുത്ത്, ഏതാ സ്ഥലത്തിൻ്റെ പേര്, മംഗലത്ത് പോണ SNDP ശാഖ, ഭദ്രകാളി ക്ഷേത്രം, അതിനോട് ചേർന്ന് 3 ദിവസം ശ്രീനാരായണ ദിവ്യപ്രബോധനം ധ്യാനം എന്ന ആധ്യാത്മിക യജ്ഞവുമായി രാവിലെ ഒരു 9 മണിയോടുകൂടി ആരംഭിച്ച് വൈകുന്നേരം ഒരു 5-5:30 മണിക്ക് പര്യവസാനിച്ച 3 ദിവസത്തെ ആധ്യാത്മിക യജ്ഞം. നിങ്ങൾക്ക് അതിലൊന്ന് പങ്കെടുത്തോ? പങ്കെടുത്തവരൊന്ന് കൈപൊക്കിക്കുക, എത്ര പേരുണ്ടെന്നറിയാനാ. പരമേശ്വര ചേട്ടാ, ഇത് വളരെ ദുഃഖിപ്പിക്കുന്നതാണ്. നമ്മുടെ ജനസമൂഹം നമ്മുടെ ഗുരുവിനെ അറിയുന്നില്ല, അറിയാനുള്ള താല്പര്യമില്ല. നാം എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി. ഇതിനൊക്കെ മാറ്റം ഉണ്ടാകണം സഹോദരങ്ങളെ. ക്രൈസ്തവ ജനസമൂഹത്തെ കണ്ടു പഠിക്കൂ, ഇസ്ലാം ജനവിഭാഗത്തെ കണ്ടു പഠിക്കൂ. യേശുക്രിസ്തുവിനേക്കാളും മുഹമ്മദ് നബിയേക്കാളുമൊക്കെ ഒട്ടും ആധ്യാത്മികമായ മഹത്വത്തിന് കുറവില്ല ശ്രീനാരായണ ഗുരുവിന്. അവരെക്കാളും ഉന്നത ശിഷ്യനാണ് ശ്രീനാരായണ ഗുരു. അങ്ങനെയുള്ളൊരു മഹാഗുരുവിനെ നമുക്ക് ലഭിച്ചിട്ട് ആ മഹാഗുരുവിനെ അറിയുവാനും പഠിക്കുവാനും സംശീകരിക്കാനും ഉൾക്കൊള്ളാനും ഏറ്റവും പറ്റിയ മഹത്വപൂർണമായ പ്രോഗ്രാമാണ് ശ്രീനാരായണ ദിവ്യപ്രബോധനം ധ്യാനം. ശിവഗിരിയിലെ ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടനത്തിനും മറ്റു അവസരങ്ങളിലും ഒഴുകി എത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചതാണ് ഈ ദിവ്യപ്രബോധനവും ധ്യാനവും. ഞാൻ നമ്മളുടെ നൈനാൻ ക്ഷേത്രത്തിൽ വന്നതിൻ്റെ ഭാരവാഹികളോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു,
ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നമുക്ക് ഗുരുദേവനെക്കുറിച്ച് പഠിക്കാൻ ഒരു ദിവ്യപ്രബോധന ധ്യാനയജ്ഞം നടത്താം. നമ്മുടെ ഈ നാട്ടിലുള്ളവർക്ക് ഗുരുവിൻ്റെ സ്വരൂപത്തെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാം. അത് പറഞ്ഞു പോയിട്ട് കുറേ വർഷങ്ങളായി. ഇപ്പോൾ ഏതാണ്ട് 1 മാസങ്ങൾക്ക് മുമ്പ് അല്ല 1 മാസമല്ലേ 1 മാസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്ന് നമ്മുടെ അരുമാനൂർ ക്ഷേത്രത്തിലിരുന്ന ഒരു പതാക ശിവഗിരിയിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് സംസാരിച്ചു. അപ്പോഴും ഈ നിർദ്ദേശം അവിടെ സമർപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. നമ്മുടെ ഗുരുവിനെ നമ്മുടെ ജനസമൂഹത്തിന് വേണ്ടവണ്ണം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം, ചുമതല നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഈ കോട്ടയത്തെ ചെറുപ്പക്കാർ വാസ്തവത്തിൽ അത്യുത്സാഹികളായി നിന്നുകൊണ്ട് ഈ സന്ദേശ പ്രചരണം ശക്തമായി നിർവഹിക്കാൻ രാജ്യമെമ്പാടും സഞ്ചരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ഈ മെതിയടി വെള്ളി പൂശി ഇന്ന് സമർപ്പണം ചെയ്യപ്പെട്ട് അവർ അനുഗ്രഹീതരായി. നിശ്ചലദാസ്വാമിയല്ല, ഈ നാട്ടിലുള്ള നിങ്ങളാരുമല്ല. അത് നിർവഹിച്ച കോട്ടയത്തെ ചെറുപ്പക്കാർ ഗുരുദേവ ശിഷ്യ പരമ്പരയുടെ നിശ്ചലദാസ്വാമി അടക്കമുള്ള ശിഷ്യ പരമ്പരയുടെ അനുഗ്രഹത്തിന് അവർ പാത്രീഭൂതരായി. ഞാൻ അവരെ ഗാഠമായി ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയുടെ ഇന്നത്തെ അധ്യക്ഷൻ എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ തലസ്ഥാനമാണ് ശിവഗിരി. ആ ശിവഗിരിയുടെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ സമൂഹത്തിൻ്റെ അധ്യക്ഷനാണ്. ഞാനിത് പറയുന്നിരുന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിന് അതൊന്നും അറിഞ്ഞുകൂടാ. ഒന്നും അറിഞ്ഞുകൂടാത്തൊരു സമൂഹമാണ്. നിങ്ങളെല്ലാം ശിവഗിരി എത്തിയിട്ടുണ്ടോ? തീർത്ഥാടനത്തിന് ഈ വർഷം ശിവഗിരിയിൽ വന്നവരൊന്ന് കൈപ്പൊക്കിക്കേ. കണ്ടോ? തീർത്ഥാടനത്തിന് 10 ദിവസം വ്രതമെടുത്ത് ശിവഗിരിയിൽ എത്തണമെന്ന് ഗുരുദേവൻ്റെ കൽപ്പനയാണ്. ഇപ്പോൾ ഡിസംബർ 15-ാം തീയതി ആരംഭിച്ച് ജനുവരി 1-ന് അവസാനിക്കും. നമ്മുടെ ആത്മീയ തലസ്ഥാനം, കേന്ദ്രമാണ്, നമ്മുടെ ഏറ്റവും വലിയ കുടുംബമാണ് ശിവഗിരി എന്ന് ഓർക്കണം. ആ ശിവഗിരിയുടെ ചെറിയ ഒരു ശാഖയാണ് നമ്മുടെ വീട്. ഇപ്പം നമ്മുടെ തറവാട്ടിൽ നടക്കുന്ന ഒന്നാണ് ശിവഗിരി തീർത്ഥാടനം എന്ന് മനസ്സിലാക്കണം. അത് ഗുരുദേവൻ കൽപ്പിച്ച് അനുവദിച്ചതാണ്. അപ്പം ആ തീർത്ഥാടനത്തിൽ വന്ന് പങ്കുകൊള്ളാൻ നമുക്ക് ശ്രദ്ധയും നിഷ്ഠയും ഭക്തിയും ഉണ്ടാകണം. ഗുരുദേവനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചറിയുവാനുള്ള ഒരു ശ്രമം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ടാകണം. നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും പറഞ്ഞ് പഠിപ്പിക്കണം. സഹോദരങ്ങളെ, ശ്രീമദ് നിശ്ചലദാസ സ്വാമി ജനിച്ചത് 1876 നവംബർ മാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ്. 1053 ആണ്ട്. 1053 ആണ്ട് എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അവതരിച്ചത് 1031. ഇപ്പോൾ ഗുരുദേവനേക്കാൾ ഏതാണ്ട് 21 വയസ്സിന് എളുപ്പമാണ് നിശ്ചലദാസ്വാമി. നിശ്ചലദാസ്വാമിയുടെ വീട്ടുപേരൊക്കെ നിങ്ങൾക്കറിയാം, വലിയ തോട്ടത്തിൽ എന്നാണ്. ആ വലിയ തോട്ടത്തിൽ ജനിച്ച നാരായണൻ, അച്ഛൻ്റെ പേര് നാരായണൻ, നാണു എന്ന് വിളിച്ചു വന്നു. നാണുവിന് 9 വയസ്സായപ്പോഴും പഠിക്കാനൊന്നും വലിയ താല്പര്യമില്ലാതെ ഏതാണ്ടൊരു മൗനിയെപ്പോലെ വീട്ടിൽ കഴിഞ്ഞു. പണ്ട് ശങ്കരാചാര്യർക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഹസ്താമലകൻ എന്നുള്ള ശിഷ്യൻ. ശങ്കരാചാര്യർ ഇങ്ങനെ രാജ്യമൊട്ടാകെ സഞ്ചരിച്ച് ഹസ്താമലകൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഊമയായിരുന്നു, സംസാരശേഷിയില്ലായിരുന്നു.
ശങ്കരാചാര്യം അനുഗ്രഹിച്ചു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഊമത്വം മാറി, സംസാരശേഷി കിട്ടി. അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രങ്ങൾ എഴുതി ശങ്കരാചാര്യൻ്റെ ശിഷ്യനായി മഹാപണ്ഡിതനായി മാറി. അതുപോലെയാണെന്ന് പറയാം വലിയ തോട്ടത്തിൽ നാണുവിൻ്റെ ജീവിതം. നാണുവിന് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ അവിടെ എഴുന്നള്ളി. നാണുവിൻ്റെ അച്ഛൻ മകനെ ഗുരുവിൻ്റെ മുമ്പിൽ വന്ന് നിർത്തിയിട്ട് പറഞ്ഞു, സ്വാമി, ഇവന് പഠിക്കാൻ അശേഷം താല്പര്യമില്ല, സ്കൂളിൽ വിട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഇവന് പഠിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം താല്പര്യമില്ല, എവിടെയെങ്കിലും പോയി ഏകാന്തമായിരിക്കും, തികഞ്ഞ മൗനിയായിരിക്കും. അച്ഛനും ആ കുടുംബാംഗങ്ങളൊക്കെ നല്ല സംസ്കൃത പണ്ഡിതന്മാരും വൈദ്യന്മാരുമൊക്കെയാണ്. ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ ഒരു അപമാനമാണ്, സ്വാമി ഇവനെ അനുഗ്രഹിക്കണം. ഗുരുദേവൻ ഒരൊറ്റ നോട്ടം കൊണ്ട് ഒരാളുടെ മുഴുവൻ ചരിത്രവും വായിച്ചറിയാനുള്ള ബ്രഹ്മജ്ഞാനമുണ്ടായിരുന്നു. ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാൽ അയാളുടെ പേരും അയാളുടെ വീടും അയാളുടെ ഇതുവരെയുള്ള മുഴുവൻ ചരിത്രങ്ങളും മാത്രമല്ല വരാൻ പോകുന്ന ചരിത്രവും എല്ലാം ഒറ്റ നോട്ടം കൊണ്ട് ഗുരുദേവൻ മനസ്സിലാക്കുമായിരുന്നു. അപ്പം ഈ വലിയ തോട്ടത്തിലെ നാണുവിനെ ഗുരു അടിമുടി ഒന്ന് നോക്കി സാമുദ്രിക ലക്ഷണങ്ങളൊക്കെ ഒത്തുചേർന്ന ആ ബാലനോട് ചോദിച്ചു, നിനക്ക് നമ്മോടൊപ്പം കഴിയാൻ ഇഷ്ടമുണ്ടോ? അങ്ങനൊരു ചോദ്യം ഉണ്ടാകണമേ എന്നാഗ്രഹിച്ച് ഈ ബാലൻ കൊതിച്ചു നിൽക്കുകയായിരുന്നു. നിനക്ക് നമ്മോടൊപ്പം കഴിയാൻ ഇഷ്ടമുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ കാതിന് പീയൂഷധാരയായി അനുഭവപ്പെട്ടു. ആ ബാലനുടൻ തന്നെ തിരിച്ചു പറഞ്ഞു, അതെൻ്റെ ആഗ്രഹമാണ് സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ തിരിച്ച് അച്ഛനോട് പറഞ്ഞു, എങ്കിൽ നാണു നമുക്കിരിക്കട്ടെ. അങ്ങനെ 9-ാം വയസ്സിൽ ആ ബാലനെ ഗുരു അരുവിപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അരുവിപ്പുറത്ത് അതിനു മുൻപ് എത്തിച്ചേർന്നവർ ഞാൻ ആദ്യം പറഞ്ഞു, കൊച്ചപ്പിപ്പിള്ള, നായർ സമുദായത്തിൽ ജനിച്ച കൊച്ചപ്പിപ്പിള്ള. മറ്റൊരാൾ വക്കത്തുകാരൻ ഭൈരവൻ. അദ്ദേഹം ഭൈരവൻ സ്വാമിയായി നമ്മളുടെ നയനാട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ഭൈരവൻ ശാന്തി സ്വാമിയാണ്. വേറെ ഒരാൾ നാരായണപിള്ള, ചിറയൻകീഴുകാരനാണ് നാരായണപിള്ള. ഇവരെല്ലാം ചേർന്നിരിക്കുന്ന ആ കാലയളവിൽ അരുമാനോട് നാണുവും ആ സംഘത്തിൽ ചേർന്നു. അരുവിപ്പുറത്തന്നൊരു ഗുരുകുലം ഉണ്ടായിരുന്നു. ആ ഗുരുകുലത്തിൽ വെച്ച് ഗുരുദേവൻ നേരിട്ട് തന്നെ ഈ ശിഷ്യന്മാരെ സംസ്കൃതവും മലയാളവും തമിഴും വേദാന്താദി ശാസ്ത്രങ്ങളുമെല്ലാം ഗുരുദേവൻ തന്നെ നേരിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ഘട്ടം എത്തിയപ്പോൾ ഗുരുദേവന് അരുവിപ്പുറത്തെ പ്രതിഷ്ഠയെ തുടർന്ന് കേരളമൊട്ടാകെ പ്രതിഷ്ഠയും കേരളത്തിന് വെളിയിലും ഒക്കെ ആയ കർമ്മപരിപാടികളായി മുന്നോട്ട് പോകേണ്ടി വന്നപ്പോൾ ശിഷ്യന്മാരുടെ പഠിപ്പ് മുടക്കയില്ല. അവരെ ഓരോ ഗുരുനാഥന്മാരുടെ അടുത്തേക്ക് അയച്ചു. അപ്പോൾ ആയിടെ കൊടുങ്ങല്ലൂരിൽ നിന്നും ഒരു ശങ്കരൻ അരുവിപ്പുറത്ത് വന്നു. ഗുരുദേവൻ ശങ്കരനെയും നാണുവിനെയും, അരുമാനൂർ നാണുവിനെയും, ആ രണ്ടുപേരെയും ഉപരിപഠനത്തിന് കാശിയിലേക്ക് അയച്ചു. അങ്ങനെ കാശിയിൽ അവരുടെ പഠനമൊക്കെ വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. അതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ശേഷം പല വിശിഷ്ട വ്യക്തികളിലൂടെ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. യൂണിൻ്റെ ഭാരവാഹികളുണ്ട്.
ജ്ഞാനതീർത്ഥ സ്വാമിയുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വാക്കിന് തടസ്സം നിർത്തിക്കൊണ്ട് ഇപ്പം തന്നെ 5 മണിയാകുന്നു. ഞാൻ ഇങ്ങോട്ട് വരാൻ കുറച്ച് താമസിച്ചു. അതിന് കാരണം ഞാൻ ശിവഗിരിയിൽ നിന്ന് ഒരു 1:30 മണി സമയത്ത് ഇറങ്ങിയതാണ്. ഇങ്ങോട്ടുള്ള വഴി നിശ്ചയമില്ല. ഹൈവേ കൂടി കുറേ ഓടിച്ച് മുന്നോട്ട് പോയി. പിന്നെ തിരിച്ചു വന്നു പിന്നെ അകത്തേക്ക് കയറി ഏത് വഴിയിലാണ്, ഒരു 10-25 ആളുകളോടൊക്കെ ചോദിച്ചിട്ടുണ്ടാകും ഈ വഴി. കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഒരു 1/4 മണിക്കൂർ വേസ്റ്റായിപ്പോയി. അതാണ് എത്തിച്ചേരാൻ വൈകിപ്പോയത്. ഏതായാലും ഞാൻ ഇനി ദീർഘമായിട്ടൊന്നും പറയാനായിട്ട് നിൽക്കുന്നില്ല. നിശ്ചലദാസ് സ്വാമി ഗുരുദേവൻ നാണുവിനെ കാശിയിൽ വിട്ട് പഠിപ്പിച്ച് അവിടെ നിന്നും അദ്ദേഹം തമിഴ്നാട് വഴി മടങ്ങിയെത്തി. ഗുരുദേവൻ സന്യാസ ദീക്ഷ നൽകി. സ്വാമി നിശ്ചലദാസൻ കാഷായ വസ്ത്രമല്ല, ഒരു വെള്ള വസ്ത്രമാണ് നൽകിയത്. ശിവലിംഗ സ്വാമിക്കും ചൈതന്യ സ്വാമിക്കും വെള്ള വസ്ത്രം തന്നെ. അതിനുശേഷം വെള്ളവസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ ധരിക്കുന്ന വെള്ളയാണെന്ന്. അങ്ങനെയല്ല, സന്യാസിമാർ ധരിക്കുന്ന വെള്ളവസ്ത്രമുണ്ട്. 2 സമ്പ്രദായം ഭാരതത്തിലുണ്ട്, വേദാന്തമെന്നും സിദ്ധാന്തമെന്നും. സിദ്ധാന്ത സമ്പ്രദായത്തിൽ തമിഴ്നാട്ടിലെ ശുദ്ധപുരുഷന്മാരുടെ തൂവെണ്മയായ വസ്ത്രം, വേദാന്ത സമ്പ്രദായം അനുസരിച്ച് കാഷായ വസ്ത്രം. ഗുരുദേവൻ കുറേ കാലം ഈ സിദ്ധാന്ത സമ്പ്രദായപ്രകാരം വെള്ളയായിരുന്നു. പിന്നെ സിലോണിലേക്ക് പോകുന്ന വഴിക്കാണ് കാഷായം ധരിക്കുന്നത്. അതിന് കാരണം വേദാഗമ സാരങ്ങൾ അറിഞ്ഞ് അങ്ങൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ട് ജയിപ്പു. വേദത്തിൻ്റെ ആഗമത്തിൻ്റെ സാരം ഒന്നാണ് എന്ന് ധരിച്ചുകൊണ്ട് ഭേദാദികൾ കൈവിട്ട് ഗുരു വിജയിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് ഗുരു സന്യാസത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വെള്ളവസ്ത്രം ഈ ശിഷ്യന്മാർക്ക് നൽകിയത്. അങ്ങനെ കാശിയിൽ പോയി പഠിച്ചു വന്ന നിശ്ചലദാസ് സ്വാമിയെ ഗുരുദേവൻ ശിവഗിരിയിലെ നിശാ പാഠശാലയിൽ അധ്യാപകനായി നിയോഗിച്ചു. ശിവഗിരിയിലും കുന്നുംപാറ ക്ഷേത്രത്തിലും അരുവിപ്പുറത്തുമൊക്കെയായി താമസിച്ചുകൊണ്ട് അദ്ദേഹം മഹത്തായ സേവനങ്ങൾ ചെയ്തു. ഒരു ദിവസം നമ്മുടെ ഈ അരുമാനൂരിൽ നദിയിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരു, നിങ്ങൾ ഗുരുദേവനെ ഭഗവാൻ എന്നൊക്കെ വിളിക്കുമോ? അങ്ങനെ വിളിച്ച് ശീലിക്കണം. നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുവാണ്. നമ്മുടെ ദൈവം ആരാ? അത് ശ്രീനാരായണ ഗുരുവാണ്. നമ്മളുടെ നിശ്ചലദാസ് സ്വാമി 1910 അദ്ദേഹത്തിൻ്റെ സമാധി. അത് കഴിഞ്ഞ് പിന്നെയും 15 വർഷം കഴിഞ്ഞ് 18 വർഷം കഴിഞ്ഞാൽ ഗുരുദേവൻ്റെ സമാധി. പക്ഷേ നിശ്ചലദാസ് സ്വാമി ഗുരുദേവനെ കുറിച്ച് കൃതികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പദ്യത്തിൽ ഒരു പദ്യം ഞാൻ നിങ്ങളെ ചൊല്ലിക്കേൾപ്പിക്കാം. സൂരീന്ദ്രാംഭോജ സൂര്യൻ സുഹൃദനമലൻ സൂരതൻ സുന്ദരാംഗൻ ഭൂരിശ്രീ ഭൂതിഭൂഷൺ ഭുവന പരിവൃഢൻ പുണ്യലോകേ ജാതൻ സാരജ്ഞൻ സാർവഭൗമൻ സവിനയനിധി സംസാരവാരാധിഗമ്യൻ ധീരൻ ശ്രീനാരായണ പരമഗുരു പരബ്രഹ്മമാണെൻ്റെ ദൈവം. ഏതാണ്ട് 1905 കാലഘട്ടത്തിൽ എഴുതുന്നതാണ്. അപ്പോൾ ഒരു 125 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ ദൈവമാണെന്ന് നമ്മെ ചൊല്ലിപ്പഠിപ്പിച്ചു നിശ്ചലദാസ് സ്വാമി, കുമാരനാശാൻ, ശിവലിംഗ സ്വാമി, ഓരോ ശിഷ്യന്മാരും. പക്ഷേ നമ്മൾ ഗുരുദേവനെ ദൈവമായി സ്വീകരിക്കാൻ തയ്യാറായില്ല. നമുക്ക് ദൈവം ശിവന്, സുബ്രഹ്മണ്യന്, ഗണപതി, ഗുരുവായൂരപ്പൻ, ശബരിമല അയ്യപ്പൻ, ചാത്തൻ, ചാമുണ്ടി, യക്ഷി, പേയ, പുള്ള്, ഇതൊക്കെയാണ്. ശ്രീനാരായണ ഗുരുസ്വാമി അദ്ദേഹം മനുഷ്യനായി ജനിച്ച ആളാണ്, ഒരു പുണ്യപുരുഷനാണ്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, വിപ്ലവകാരിയാണ് എന്ന് പറഞ്ഞ് തെക്കും വടക്കും നടക്കും.
പക്ഷെ നാം ഒന്ന് മനസ്സിലാക്കണം, ലോകം ആരാധിക്കുന്ന കൃഷ്ണനും ബുദ്ധനും ക്രിസ്തുവും ശങ്കരാചാര്യരും ഒക്കെ മനുഷ്യനായിട്ട് ജനിച്ചവരാണ്. മനുഷ്യനായി ജനിച്ച അവരെയാണ് അവരുടെ മാഹാത്മ്യം കൊണ്ട് ഈശ്വരനായി ലോകം ആരാധിക്കുന്നത്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മനുഷ്യനായി യോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകനായി ജനിച്ച ഇമ്മാനുവേലാണ് യേശുക്രിസ്തുവായി മാറിയത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഗുരുദേവൻ്റെ ജീവിതവുമായി ചേർത്ത് വെച്ച് പഠിച്ചാൽ ഒരു കാര്യത്തിലും ഗുരുദേവൻ ഒട്ടും താഴെയല്ല. എത്രയോ കാര്യത്തിൽ ഗുരുദേവൻ ഉന്നതശേഷനാണ്. ഗുരുദേവനെ പരമദൈവമായി തന്നെ കണ്ടു ഭജിക്കണം. ശിവഗിരിയിൽ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത് ഗുരുദേവൻ എന്ന പരമദൈവത്തെ ഭജിച്ചു പ്രാർത്ഥിക്കാനാണ്. ഇപ്പം നിശ്ചലാസ്വാമി ഗുരുദേവനെ നാരായണ ഗുരു പരബ്രഹ്മമാണ് എൻ്റെ ദൈവം എന്ന് തീർത്തു പറഞ്ഞു. കുമാരനാശാൻ സുബ്രഹ്മണ്യനെക്കുറിച്ച് 100 ശ്ലോകം എഴുതിയപ്പോൾ സുബ്രഹ്മണ്യനെ ഈശ്വരനായി സ്തുതിക്കാൻ വേണ്ടി 100 ശ്ലോകം എഴുതി. 1-ാം ശ്ലോകത്തിൽ കുമാരനാശാൻ എഴുതി, അണകവിയും നഴലാഴി ആഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ. ശിവലിംഗസ്വാമി എഴുതി, ഓം ബ്രഹ്മണേ മൂർത്തിമതേ, ബ്രഹ്മൻ ദൈവം രൂപമെടുത്തു, അതാണ് ശ്രീനാരായണ ഗുരു. ദൈവം രൂപമെടുത്തു, അതാണ് ശ്രീനാരായണ ഗുരു. നിശ്ചലദാസ്വാമിയും പറയുന്നത് ശ്രീനാരായണ ഗുരു പരബ്രഹ്മമാണ് എൻ്റെ ദൈവം, ശ്രീനാരായണ ഗുരു രൂപമെടുത്ത ദൈവമാണ്. നിങ്ങളതിനെക്കുറിച്ച് ആഴത്തിൽ ശാസ്ത്രീയമായി പഠിക്കണം. ഞാൻ നമ്മളുടെ ഈ മുട്ടത്തോണം ക്ഷേത്രാങ്കണത്തിലിരുന്നു കൊണ്ട് 3 ദിവസം ഗുരുവിൻ്റെ ജീവിതത്തെ സവിസ്തരമായി പ്രതിപാദിച്ചുകൊണ്ട് കുറേയൊക്കെ പറഞ്ഞു. കേട്ട ആളുകളെ സംബന്ധിച്ച് ഒരുവിധമൊക്കെ അത് മനസ്സിലാക്കാനും സംശീകരിക്കാനും സാധിച്ചു. ഏതായാലും ഈ നിശ്ചലദാസ സ്വാമിയുടെ ജീവിതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അന്വേഷണം നടത്തി സ്വാമിയുടെ ഒരു സമഗ്രമായ ജീവിത ചരിത്ര ഗ്രന്ഥം ഞാൻ എഴുതിയുണ്ടാക്കി. ഈ ഗ്രന്ഥം എഴുതുന്നതിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചതും ആവശ്യമായിരിക്കുന്ന ചരിത്ര കാര്യങ്ങളും ഒക്കെ എനിക്ക് നൽകിയത് പരമേശ്വരൻ ചേട്ടനാണ്. പരമേശ്വരൻ ചേട്ടനുള്ള കടപ്പാട് ശ്രീനാരായണ ഭക്തലോകത്തിന് എത്ര തീർത്താലും തീരുന്നില്ല. കാരണം നിശ്ചലദാസ് സ്വാമിയുടെ കൃതികൾ, ജീവചരിത്രം, ഇതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ അദ്ദേഹം പലതും കുറേയൊക്കെ പോയി, എന്നാലും കുറേയെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ പരമേശ്വരൻ ചേട്ടന് സാധിച്ചു. ഞാൻ വന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ കയ്യിൽ 2 കൈ നീട്ടി അത് അദ്ദേഹം നൽകി. നഷ്ടപ്പെട്ടു പോയത് ഏറെയുണ്ട്. ഞാൻ ഒരിക്കൽ കർണാടകത്തിൽ സഞ്ചരിച്ചപ്പോൾ അവിടെ ഒരു ബുക്ക്, ഒരു മാസിക, മൂകാംബിക എന്നൊരു മാസിക, ആ മാസിക മറിച്ച് നോക്കിയപ്പോൾ നിശ്ചലദാസ് സ്വാമിയുടെ ഒരു കവിത 100 ശ്ലോകമുണ്ട്. എനിക്ക് നിധി കിട്ടിയ പോലെയായി. ഞാൻ ആ ശ്ലോകമായിട്ട് ആനന്ദ കർണാമൃതം എന്നാണ് ആ കൃതിയുടെ പേര് വന്ന് അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വാമിയുടെ മറ്റു പല കൃതികളും പരമേശ്വരൻ ചേട്ടൻ തന്നു. ഈ കൃതികളെല്ലാം ചേർത്ത് ഒരു 200 പേജ് വരുന്ന ജീവിത ചരിത്ര ഗ്രന്ഥം എഴുതി തയ്യാറാക്കി പ്രകാശനം ചെയ്തു. 2010 ഇപ്പോൾ 15 വർഷം കഴിഞ്ഞു. ഗ്രന്ഥത്തിൻ്റെ അന്ന് തന്നെ അതൊക്കെ തീർന്നുപോയി. പിന്നീട് 2ാമത് അച്ചടിക്കണമെന്ന് വിചാരിച്ചാലും സന്യാസിമാരായ ഞങ്ങൾക്ക് വലിയ സമ്പത്തൊന്നുമില്ല. ഇത് അച്ചടിക്കുന്നതിന് പൈസ വേണം. ആരെങ്കിലുമൊക്കെ സഹായിച്ചാലേ ഇതൊക്കെ അച്ചടിച്ച് പ്രസിദ്ധം ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ സ്വാമിയുടെ ഈ സമാധിയിലെ വെള്ളി കെട്ടിയ സ്വാമിയുടെ പാദകങ്ങൾ കൂടി സമർപ്പിക്കുന്നു. എന്നെയും ശ്രീജേഷ് ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി,
സ്വാമിയുടെ ജീവചരിത്രത്തിൻ്റെ 2ാം പതിപ്പ് ഒന്നിറക്കി കളയാം. അങ്ങനെ 2ാം പതിപ്പ് തയ്യാറാക്കി ഇന്നിവിടെ വെച്ച് പ്രകാശനം ചെയ്യണം, വിതരണം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചുവെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതിൻ്റെ നക്കലാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ പരമേശ്വര ചേട്ടന് നൽകിക്കൊണ്ട്, കാരണം ഞാൻ നിശ്ചലദാസ് സ്വാമിക്ക് നൽകുന്ന മാതിരി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഇത് ഔപചാരികമായി പ്രകാശനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിശ്ചലദാസ് സ്വാമി 33 വയസ്സ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കൂടി മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അദ്ദേഹം സമാധി സമയം നേരത്തെ എഴുതി വെച്ചു, സമാധി മുഹൂർത്തം എഴുതി വെച്ചു. ആ മുഹൂർത്തം അടുത്ത സമയത്ത് അദ്ദേഹം ഒരു ഗ്രന്ഥം എടുത്ത് വായിച്ചു. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഢോ എന്നൊരു ശബ്ദം കേട്ടു. മുന്നിൽ ഉണ്ടായിരുന്ന 7 പാല് 2ആയി കീറി വീണു. ആ സമയത്ത് സ്വാമി സമാധിയായി. യേശുക്രിസ്തുവിൻ്റെ ജീവിതം വായിച്ചപ്പോൾ ക്രിസ്തു മരിച്ച സമയത്ത് തിരശ്ശീല 2ആയി കീറി എന്ന് ബൈബിളിലുണ്ട്. ഞാനിതൊക്കെ വായിച്ച് ചിന്തിച്ചിരുന്നിട്ടുണ്ട്. നിശ്ചലദാസ് സ്വാമി സമാധിയായപ്പോഴും ഈ അത്ഭുതമുണ്ടായി എന്നറിഞ്ഞപ്പോൾ ആ മഹാപുരുഷൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചു. മണ്ണ് വാരി കൊടുത്താൽ പഞ്ചസാരയാകും, കല്ലെടുത്ത് കൊടുത്താൽ കൽക്കണ്ടമാകും. അരുവിപ്പുറത്ത് അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ലിസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ സ്വാമി പറഞ്ഞു, എഴുതിച്ചോ. അതെങ്ങനെയാണ് സ്വാമി എഴുതുന്നത്? നിങ്ങൾ എഴുതിക്കോ. എല്ലാം എഴുതിയതിന് ശേഷം ഇനി പോയി ഒത്തു നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ദീർഘദൃഷ്ടിയുള്ള ജ്ഞാനമുള്ള വലിയൊരു സിദ്ധപുരുഷനായിരുന്നു. ഈ ആറിൻ്റെ തീരത്തിരുന്ന് ഗുരുദേവൻ കാല് വെള്ളത്തിൽ വെച്ച് ആ കാലിലേക്ക് വെള്ളം ഒഴിച്ച് ആ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന നിശ്ചലദാസൻ്റെ തോളത്ത് ഗുരുദേവൻ നിന്ന് തട്ടി. അതിൽ നിന്നും യോഗഭൂമിക ഉണർന്ന് അഷ്ടൈശ്വര്യ സിദ്ധികളും അദ്ദേഹത്തിന് വശമായി. ആ മഹാപുരുഷൻ്റെ മഹാസമാധിയിൽ ഞാൻ പറയുന്നു, ഈ വർഷം നിങ്ങൾ തുടക്കം കുറിച്ചു. നിങ്ങളിവിടുന്ന് എല്ലാ വർഷവും ഒരു ജാഥ നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമുണ്ടായി. അത് മുടങ്ങാതെ ജാഥ മാത്രമല്ല, നല്ല രീതിയിലുള്ള സമ്മേളനമായി നടത്തണം. ആ സമ്മേളനത്തിലേക്ക് വിശിഷ്ട വ്യക്തികളെ വിളിക്കണം. ശിവഗിരിയിൽ നിന്ന് പറ്റാവുന്ന സന്യാസിമാരെ വിളിക്കണം. SNDP യോഗത്തിൻ്റെ നേതാക്കന്മാരെ വിളിക്കണം. അങ്ങനെ ഒരു വലിയ സംരംഭമായി ഇത് മാറണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തി ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ദിവ്യമായ പാദുകം സമർപ്പണം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഗുരുദേവനും ഗുരുദേവൻ്റെ ശിഷ്യ പരമ്പരയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീജേഷും പ്രവീണും അടങ്ങിയ കോട്ടയത്തെ സംഘത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ച് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിൻ്റെ പ്രകാശനം എന്നുള്ളൊരു ഔപചാരികമായ ചടങ്ങ് ഞാനിവിടെ നിർവഹിക്കുക. നിങ്ങളെല്ലാം ഈ നാട്ടുകാരാണ്. നിങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ ഈ നിശ്ചലദാസ സ്വാമിയുടെ സമാധിയിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. സ്വാമിയെ നമസ്കരിക്കുന്നതിനുള്ളൊരു മന്ത്രം, ഒരു പദ്യം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എഴുതിയ പദ്യമാണ്. ആ പദ്യം നിങ്ങൾക്ക് ചൊല്ലി സ്വാമിയെ നമസ്കരിക്കാം. 2 നേരവും അവിടെ വിളക്കെത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ വിശേഷ അവസരങ്ങളിലൊക്കെ വന്ന് നിങ്ങൾ സ്വാമിയുടെ സമാധിയിൽ ദർശനം ചെയ്ത് ഭജിച്ച് പ്രാർത്ഥിക്കണം. എത്രയോ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതാൽ കിട്ടുന്ന പുണ്യം ഒരു മഹാപുരുഷനായ സന്യാസിയുടെ സമാധിയിൽ തൊഴുതാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതൊരു സമാധിയാണ്, ശവകുടീരമാണെന്നല്ല. ഇന്ന് കേരളത്തിലല്ല ഭാരതത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം മഹാഗുരുക്കന്മാരുടെ സമാധി പീഠങ്ങളാണ്.
ഇപ്പോൾ തിരുപ്പതി ആണെങ്കിലും പളനിയാണെങ്കിലും അതുപോലുള്ള പുണ്യക്ഷേത്രങ്ങളെല്ലാം തന്നെ ഓരോ മഹാഗുരുക്കന്മാരുടെ സമാധി സ്ഥലങ്ങളാണ്. ഇപ്പോൾ ശിവഗിരി അങ്ങനെയുള്ള ഒരു സ്ഥാനമാണ്. 1000 ക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ കിട്ടുന്ന പുണ്യം ഗുരുദേവൻ്റെ മഹാസമാധിയിൽ പോയി തൊഴുതാൽ കിട്ടും. അതുപോലെയാണ് നിശ്ചലദാസ് സ്വാമിയുടെ സമാധിയിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാലും ആ പുണ്യം കിട്ടും. സമാധിയുടെ പുറകിൽ സ്വാമി 100 വർഷങ്ങൾക്ക് 115 വർഷങ്ങൾക്ക് മുമ്പ് നട്ട മുല്ലച്ചെടിയുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടായിരിക്കും. പുഷ്കരമുല്ലയുണ്ട്. അപ്പം അതൊക്കെ പോയി കാണണം, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ സ്വാമിയുടെ സമാധി വന്ന് പ്രാർത്ഥിക്കാനും, അതുപോലെ നവംബർ മാസത്തിലെ പൊയ്യനാളിന് സ്വാമിയുടെ ജന്മദിനമാണ്. ആ ജന്മദിനം നന്നായിട്ട് നിങ്ങൾ സമ്മേളനത്തോടു കൂടി നല്ല രൂപത്തിൽ ആഘോഷിക്കണം. സമ്മേളനങ്ങളൊക്കെ നടത്തി നല്ല രൂപത്തിലുള്ള പരിപാടികളൊക്കെ നടത്തി സ്വാമിയുടെ ജന്മദിനം ആഘോഷിക്കണം. അത് വലിയ തോട്ടത്തിലുള്ള ആ കുടുംബത്തിലെ ഒരു സ്വാമിയാണെന്നല്ല വിചാരിക്കേണ്ടത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനാണ്. ആ മഹാനായ ശിഷ്യനെ ഓർക്കാനും അതുപോലെ സ്വാമിയുടെ സമാധിനെ എല്ലാ വർഷവും ഇവിടെ ഗംഭീരമായിട്ട് നടത്തണം. പിന്നെ വിശേഷാൽ അവസരങ്ങളിലൊക്കെ നിങ്ങൾ പൂജയും ആരാധനയൊക്കെ നടത്തി അനുഗ്രഹീതരാകുക എന്ന് പ്രത്യേകം ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയുടെ പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.